ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോണത്. അപ്പോൾ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നെവിൻ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുകയാണ്. നെവിൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ലാലേട്ടൻ നെവിനെ മൈൻഡ് ചെയ്യാതെ പോയതിന്റെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ അനീഷ് ഇപ്പം ഒരു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരാളിൽ നിന്ന് ലൈക്ക് ആളിപ്പം ഒരാളുടെ പക്ഷം പിടിക്കാൻ തുടങ്ങി എന്നുള്ള സംഭവമൊക്കെ നമ്മുടെ ഹൗസിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അങ്ങനെയാണ് ഇപ്പൊ അനീഷിനൊരു കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് പിന്നെ ആദില അനീഷിനെതിരെ കുറച്ച് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നോമിനേഷനും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പൊ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഹൗസിൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ വീക്കിലൊന്നും വന്നപ്പം ഇപ്പം ആരും പ്രേമോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഒന്നും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ നോർമലി ഷാനവാസിന്റെ നെവിന്റെ ഇഷ്യൂ സംസാരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അതൊന്നും അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവര് അത് വിട്ട് മീൻസ് അതൊരു കണ്ടന്റ് ആക്കി നമ്മുടെ ലാലേട്ടനൊന്നും എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഹൗസിലുള്ളവർക്ക് വേറൊരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു കണ്ടന്റ്. അപ്പം രാവിലെ തന്നെ ബിന്നിയും അഭിലാഷും ഇരുന്ന് സംസാരിക്കുന്നത് ആര്യനെയും ജിസയിലും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതുവരെയുള്ള സീസണിലും ആരും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ആരും തുറന്ന് സമ്മതിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ എന്താണ് കഴിഞ്ഞ സീസണിൽ ജാസ്മിനും ഗബ്രയും അവര് തമ്മിൽ എന്താണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭവം എന്താണെന്ന് അവർ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ആകപ്പാടെ തുറന്ന് സംസാരിച്ചിട്ടുള്ള ഫസ്റ്റ് സീസണിലുള്ള പേളിയും ശ്രീനീഷും മാത്രമാണ്. ബാക്കിയുള്ള ശ്രീതു അവരൊന്നും അത് ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നും അവരാരും സംസാരിച്ചില്ല. അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മുടെ ബിന്നിയും അഭിലാഷും ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ ഈ ഒരു സീസണിലെ ആൾക്കാരെന്ന് പറയുന്നത് ജിസൈൽ ആൻഡ് ആര്യനാണ്. അപ്പം അത് ഇപ്പം ജിസൈൽ ഓപ്പൺ ആയിട്ട് സംസാരിച്ചാലും ആ പുള്ളിക്കാരി ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയിട്ട് അവിടെ ഇങ്ങനൊരു ഇതൊക്കെ അവരുടെ ഒരു കോണ്ടന്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നൊരു വ്യക്തിയാണ് ജിസൈൽ. പുള്ളിക്കാരിക്ക് അത് കോണ്ടന്റ് ആയാലും ഇല്ലെങ്കിലും ഒന്നും അങ്ങനത്തെ കാര്യമേ അതൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഉണ്ട്. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാതെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. സോ അടുത്തത് നമ്മുടെ അടുത്തൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെവിൻ അവിടെ നിന്ന് ഗ്ലാസ്സിൽ ഒരിച്ചൊരു പിച്ചാത്തി ഇങ്ങനെ സെറ്റ് ആക്കുകയാണ്. അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട് അത് എന്താണ് എന്നുള്ള. അപ്പം ഈ നെവിൻ പറയുന്നുണ്ട് ഇത് ആർക്കെങ്കിലും ആവശ്യം വന്നാൽ ആർക്കെങ്കിലും പള്ളക്ക് കയറ്റാനാണ്. സ്പെഷ്യലി ആൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഷാനവാസിനെ ആണ്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഷാനവാസ് നെവിൻ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണം, ലാലേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു രീതിയിൽ പോലും സംസാരിച്ചിട്ടില്ല. സോ അതിന്റെ ഒരു ദേഷ്യം ഈ പുള്ളിയുടെ മനസ്സിലുണ്ട്. അപ്പം നേരത്തെ നമ്മൾ നെവിനെ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറും കളിയും ചിരിയും അല്ലെങ്കിൽ സംഭവങ്ങൾ കട്ടെടുത്തോണ്ട് നടക്കുക അങ്ങനത്തെ ഒരു ഇതേ അല്ല ഇപ്പം ലൈക്ക് ആളുടെ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്രഡ്ജ് പോലെ ഉണ്ട് അത്. അപ്പൊ എന്തായാലും ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രമെങ്കിലും ജസ്റ്റ് സംസാരിക്കണം എന്നാണ് ആസ് എ വ്യൂവർ എനിക്ക് പറയാനുള്ളത്. കാരണം ചിലവർക്ക് അങ്ങനെയാണ്, എന്തെങ്കിലും സംഭവങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു തീർത്തില്ലെങ്കിൽ അത് ഭയങ്കര ഗ്രഡ്ജായിട്ട് മാറാനും അല്ലെങ്കിൽ വേറെ സംഭവമായിട്ട് മാറാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. സോ അവിടുത്തെ ഒരു സിറ്റുവേഷനും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ലൈക്ക് ഫുഡില്ല, വെള്ളമില്ല, ഓൾറെഡി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് പുള്ളിനെ കടത്താനും അത് വേറെ കാര്യങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. സോ പിന്നെ അവിടെ ഓപ്പൺ നോമിനേഷനും ക്ലോസ് നോമിനേഷൻസും ആണ് നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്ലോസ് നോമിനേഷൻ ചെയ്ത ആൾക്കാരെ ഇനി ഓപ്പൺ നോമിനേഷൻ ചെയ്യണം, ഓപ്പൺ നോമിനേഷൻ ചെയ്ത ആൾക്കാരെ ക്ലോസ് നോമിനേഷൻ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ അനീഷിന് നോമിനേഷൻ പവർ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അനീഷിന്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് ഓപ്പൺ ആയിട്ട് ഞാൻ ഓപ്പൺ നോമിനേഷൻ ചെയ്യാം, എനിക്കതിൽ പ്രശ്നമില്ല, അനീഷിന് എന്ത് പറഞ്ഞാലും പോടപ്പുല്ലേ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണല്ലോ നിൽക്കണേ. അപ്പൊ അങ്ങനെ അനീഷ് പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാർ വന്ന് കുറെ ആൾക്കാരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, ആരാരെയാണെന്നൊന്നും പറയുന്നില്ല.
അങ്ങനെ നോമിനേഷൻ വന്നു. അങ്ങനെ നോമിനേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നോമിനേഷനിൽ വോട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അനീഷ് ആൻഡ് ജിഷിനാണ്. അപ്പൊ അനീഷിന് ഈ പ്രാവശ്യം കൂടുതൽ നോമിനേഷനിൽ വോട്ട് കിട്ടാനായിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ അനീഷിന് 4 വോട്ടുകളും ആൻഡ് ജിഷിന് 5 വോട്ടാണ് വന്നേക്കുന്നത്. അപ്പം അനീഷ് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് നിന്ന ഒരു കണ്ടന്റ് ആണ് അല്ലെ, സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഒരു വ്യക്തിയാണ് അനീഷ്. പക്ഷെ ഇപ്പോ കൂടുതലും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷാനവാസ് ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അതിലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അനീഷ്. ആൻഡ് ജിഷിന് കൂടുതൽ കിട്ടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കിച്ചൺ ഇഷ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ജിഷിൻ എന്താണ് മറ്റേ നോൺ വെജ് ആണ്, നോൺ വെജ് അല്ല വെജ് ആണ്. അപ്പം നോൺ വെജ് ഉണ്ടാക്കുന്ന പാത്രം പറ്റില്ല. അപ്പം പുള്ളി അത് ഭയങ്കര ഫുൾ ടൈം ഇങ്ങനെ ആ ഒരു സംഭവം കൊണ്ടു നടക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് 5 ആൾക്കാരും ഫുഡ് ഇഷ്യൂ പറഞ്ഞിട്ട് തന്നെയാണ് ജിഷിനെ ഇതാക്കിയിട്ടുള്ളത്. ആൻഡ് പിന്നെ നമ്മുടെ വെസൽ ക്ലീനിങ്ങിന്റെ വെസലിന്റെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ജിഷിനാണ് വന്നേക്കുന്നത്. അപ്പോൾ അല്ലെ, ജിഷിന് പോട്ടെ അനീഷാണ് ഉള്ളത്. അപ്പം അനീഷ് ഇങ്ങനെ ഈ നോൺ വെജും വരുന്നത് കൊണ്ട് തന്നെ, അതായത് നോൺ വെജ് ഫുഡിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇന്ന ആൾക്കാർ ഇത്ര സമയത്തല്ലേ, രാവിലെ ഇത്ര പേര്, ഉച്ചയ്ക്ക് ഇത്ര പേര്, ആൻഡ് വൈകിട്ട് എല്ലാവരും കൂടെ ഫുഡ് പാത്രം കഴുകാം, അങ്ങനത്തെ ഒരു രീതിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മോർണിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നോർമലി പാത്രം കഴുകുന്നത് അല്ലെങ്കിൽ പാത്രം എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അത് ബിന്നി അഭിലാഷും കൂടെയാണ് രാവിലെ കഴുകാനും ഉച്ചയ്ക്ക് കഴുകണമെന്നും. ഇപ്പം വൈകിട്ടാവുമ്പോഴത്തേക്കും നമ്മുടെ ആരാണ്, നമ്മുടെ ജിസയിലും ഉച്ചയ്ക്ക് ജിസയിലും അനീഷും പാത്രം കഴുകണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ സോറി ഇങ്ങനെ പാത്രം കഴുകണം എന്നുള്ളൊരു ജിഷിനും ആദിലും, സോറി ഗൈസ്. അപ്പം നമ്മുടെ ഈ ഒരു വെസൽ ക്ലീനിങ്ങിന്റെ ആൾക്കാരെ മാറിപ്പോയിട്ടോ. ജിഷിനും ആദിലയും പിന്നെ നമ്മുടെ ജിസയിലും അനീഷും, ഈ 4 ആൾക്കാരാണ് നമ്മുടെ വെസൽ ക്ലീനിങ് അല്ലെങ്കിൽ വെസൽ ടീമിന്റെ ആൾക്കാർ. അപ്പൊ മോർണിംഗ് നമ്മുടെ അനീഷ് പറഞ്ഞിട്ടുണ്ട് ആദിലയും ജിഷിനും കൂടെ, ആദിലയും ജിഷിനുമാണ് രാവിലെ ഇത് കഴുകേണ്ടത്, പാത്രം കഴുകേണ്ടത്. ആൻഡ് ഉച്ചയ്ക്ക് നമ്മുടെ അനീഷും പിന്നെ ജിസയിലും കൂടെ കഴുകാന്ന് പറഞ്ഞു. അപ്പം ഈ ഓൾറെഡി ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പൊ രാവിലെ അത്രയും പാത്രം കഴുകാനില്ല. അപ്പോ അനീഷ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കഴുകാം. അതായത് ജിഷിനും ആദിലയും ഉച്ചയ്ക്കും ഇപ്പൊ ഒരു ദിവസം കഴിയുവാണെങ്കിൽ പിറ്റേ ദിവസം അനീഷും ആൻഡ് ജിസയിലും ഉച്ചയ്ക്ക് കഴുകാന്ന് പറഞ്ഞു. അപ്പൊ ആദിലയും ജിഷിനും എന്ത് ചെയ്താ ഇത് സമ്മതിക്കുന്നില്ല, അങ്ങനെ അടിയായി. കാരണം ആദിലേന്റെ കാര്യം കുറച്ച്, ആദിലേനെ നോമിനേഷനിൽ നമ്മുടെ അനീഷ് കൊണ്ടുവന്നത് കൊണ്ടാണ് ആദിലേക്ക് ഈ ഒരു ഇഷ്യൂ ആയിട്ട്, അനീഷിന്റെ അടുത്ത് ഈ ഒരു പ്രശ്നമായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വൈകിട്ട് എല്ലാവരും കൂടെ പാത്രം കഴുകാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒരു പുതിയൊരു മൂവിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ആസിഫ് അലിയും പിന്നെ അപർണ മുരളിയും ജിത്തു ജോസഫ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവരെല്ലാരും അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആസിഫ് അലി പറയുന്നുണ്ട്, ഞാൻ ബിഗ് ബോസിന്റെ റെഗുലർ ആയിട്ട് വ്യൂവർ ആണ്, പക്ഷെ റെഗുലർ ആയിട്ട് കാണുന്നതാണ്, പക്ഷെ വരുന്നത് കണ്ണ് തുറന്ന് ഞാൻ കണ്ടു എന്നുള്ള സംഭവം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവമാണ്. അനീഷ് ഒരു 19 പ്രാവശ്യം ആ സംഭവം പറഞ്ഞിരുന്നു. അപ്പൊ അതാണോന്ന് അറിയത്തില്ല. അങ്ങനെ അവരവിടെ വന്നു, അതിന് വേണ്ടി പ്രൊമോഷൻ. അപ്പം ഈ ഒരു ട്രെയിലർ കാണിച്ചിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ട്രെയിലറിനെ ആസ്പദമാക്കിയിട്ട് ഒരു കഥ പറയൂ എന്നൊക്കെ. അപ്പൊ അനീഷിന്റെ ടീമാണ് അതില് എന്താ പറയാ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും, അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് മെയിൻ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിന്റെ കാര്യം കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള സംസാരം ലാലേട്ടൻ നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു അത്രയ്ക്കും ഇറിറ്റേറ്റഡ് ആണെങ്കിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുള്ളൂ അല്ലേ. അപ്പൊ ഒരു കത്തിയൊക്കെ മുറിക്കൊണ്ടിരിക്കുമ്പോ ആൻഡ് പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടറിൽ ഭയങ്കര വൻ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സംഭവം അടുത്ത വീക്കിലെങ്കിലും ലാലേട്ടൻ വന്ന് സംസാരിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. സോ നെക്സ്റ്റ് എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.